അറ്റം വരെ നീളും എന്നറിയില്ലല്ലോ. സാറിന് പേടിക്കണ്ട, നല്ലത് മാത്രമേ ശ്രീലക്ഷ്മിനെ ആലോചിക്കുള്ളൂ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വലിയ വീട്ടിൽ ഞാനും താനും ഒറ്റയ്ക്ക്, ബോറടി സ്വാഭാവികം. തിരികെ പോണം നമുക്ക്. ബോറടി ഒന്നുമില്ല. ഞാൻ താമസിക്കുന്നത് സാറിന്റെ കൂടെയല്ലേ. അതിന് ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്കായാലും ലക്ഷങ്ങൾ വന്നുകൂടുന്ന തൃശൂർ പൂരത്തിനായാലും ശ്രീലക്ഷ്മിയോടൊപ്പം രവിചന്ദ്രവർമ്മൻ ഉണ്ടെങ്കിൽ ഏത് സ്ഥലവും സ്വർഗമാക്കാൻ എനിക്ക് സാധിക്കും. ഓ എന്റെ അമ്മേ, താൻ ഈയിടെയായിട്ട് ഭയങ്കര റൊമാൻറ്റിക് സംഭാഷണ ശകലങ്ങളാണല്ലോ മൊഴിയുന്നത്. അങ്ങനെയുള്ള ആളോടൊപ്പം അല്ലേ സഹവാസം. ഓ, ഇനി ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. അമ്മയും അനിയനെയും അനിയത്തെയും ഒക്കെ സാറിന് മിസ് ചെയ്യുന്നുണ്ടല്ലേ? സത്യം പറഞ്ഞ കുറച്ച്. എന്റെ ബോറടിയെ പറ്റി ചോദിച്ചപ്പോഴേ എനിക്കത് മനസ്സിലായി. അത് ഞാൻ എങ്ങനെയാ തനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത്? വേറൊന്നുമില്ല. നമ്മൾ രണ്ടാളും ഇതുപോലെ പരസ്പരം സ്നേഹിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കണം. കൂടെ അമ്മയും രഘുവും അനിയത്തിക്കുട്ടിയും, പിന്നെ സുദർശന അവർകളും സരോജാമ്മയും കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ സന്തോഷം. ഇനി സാറ് കൂടുതൽ സംസാരിച്ച് ബുദ്ധിമുട്ടണ്ട. സാറിന്റെ മനസ്സിലുള്ള അതേ അർത്ഥത്തില് എനിക്ക് ആ കാര്യം പിടികിട്ടിയിട്ടുണ്ട്. ഓ, അത് മതി. സത്യം പറഞ്ഞ എന്തെങ്കിലും ശ്രീലക്ഷ്മിയെ കാണുമ്പോ ഞാൻ ചോദിക്കാനിരിക്കുമായിരുന്നു. എനിക്ക് ആകെ പരിചയം ഈ വീട്ടിലിരിക്കുന്ന ഫോട്ടോ കണ്ടിട്ടുള്ള പരിചയമാ. എന്നെ അറിയാന്ന് ശ്രീലക്ഷ്മി പറയുന്നു. അതെങ്ങനെയാന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. രാഗസതയ്ക്ക് എന്നെ അറിയില്ലായിരിക്കും, പക്ഷെ ഇപ്പൊ രാഗസത എന്ന പേരിനും വ്യക്തിക്കും എന്റെയും എന്റെ ഭർത്താവിന്റെയും ജീവന്റെ വിലയുണ്ട്. എന്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നപരിഹാരമാണ് രാഗസുധ. സുധയിലൂടെ വേണം എനിക്ക് ഓരോ പ്രശ്നങ്ങളുടെയും ചുരുളഴിക്കാൻ. സത്യം പറഞ്ഞ ശ്രീലക്ഷ്മി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് പ്രശ്നങ്ങള്? ഞാനെന്ത് പരിഹരിക്കണമെന്നാ ശ്രീലക്ഷ്മി ഉദ്ദേശിക്കുന്നത്? അതും ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഞാൻ മുഖേന. അതാണ് സുധാവിധി എന്ന് പറയുന്നത്. ഞാൻ തേടി നടന്നിട്ടും എന്റെ കൺമുന്നിൽ വരാതെ, കൺമുന്നിലുണ്ടായിട്ടും ഞാൻ കാണാതെ എന്റെ വീട്ടിൽ എന്റെ അച്ഛനോടും അമ്മയോടൊപ്പം എനിക്ക് പകരക്കാരിയായി രാഗസുധ അവിടെ എത്തിച്ചു. വിധിയും സുധ വിശ്വസിച്ചിരുന്ന മുത്തുമാരിയമ്മയുടെ അനുഗ്രഹവും ഒന്നിച്ചപ്പോ എനിക്ക് കിട്ടിയത് എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ആളിനെയും എന്റെ ജീവിതം തന്നെ തിരികെ തരാൻ പ്രാപ്തിയുള്ള ആളിനെയാണ്. രാഗസുധ പറഞ്ഞതുപോലെ നമ്മൾ തമ്മിൽ പരിചയമില്ലാത്ത ആളല്ല. ഈ ലോകത്ത് ഒരു ശക്തിക്കും പിരിക്കാൻ പറ്റാത്തൊരു ബന്ധം നമ്മൾ തമ്മിലുണ്ട്. രാഗസുധ എന്റെ സഹോദരിയാണ്. ശ്രീലക്ഷ്മിയുടെ സ്വന്തം സഹോദരി. ശ്രീലക്ഷ്മി എന്തൊക്കെയാ പറയുന്നത്? അതെങ്ങനെ സാധ്യമാവും? ഞാൻ എല്ലാം സുധയോട് തുറന്നു പറയും. പക്ഷെ അത് ഇന്ന് രാത്രി ഈ ഫോണിൽ കൂടിയല്ല, നേരിട്ട് നാളെ പകൽ. നാളെ എന്റെ വലിയൊരു കാത്തിരിപ്പിന് വിരാമാവുന്ന ദിവസം, കണ്ണു നിറയെ ഞാൻ എന്റെ സഹോദരിയെ കാണുന്ന ദിവസം. അല്ല, എനിക്കറിയാം രാഗസുധയ്ക്കിപ്പോ മനസ്സിൽ കുറെ സംശയങ്ങളുണ്ടെന്ന്. എല്ലാ സംശയങ്ങളും നമ്മൾ നേരിട്ട് കാണുന്നതോടെ തീരും. ഈ രാത്രി ഒന്ന് പുലരും വരെ മാത്രം രാഗസുധ ക്ഷമിച്ചാ മതി. പിന്നെ സുധ ഫോൺ വെച്ചോളൂ. അങ്കിളൊരു കാര്യം പറയാനിരിക്കായിരുന്നു.
എന്താ അങ്കിളെ? അല്ല, മോൾ ഇന്ന് കടയിലേക്ക് വരണമെന്നില്ല. അതെന്താ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മോളെ കാണാനില്ല എന്ന് പറഞ്ഞ് കേസുള്ള സ്ഥിതിക്ക് ഇന്നിനിയും ചിലപ്പോ പോലീസുകാർ അന്വേഷിച്ചു നിന്നിരിക്കും. അവര് വന്ന് എങ്ങനെ പെരുമാറുമെന്നോ എന്തു പറയുമെന്നോ അറിയില്ലല്ലോ. അത് ശരിയാ മോളെ. മോൾ ഇന്ന് വീട്ടിലേക്ക് പൊയ്ക്കോ. അവരാരെങ്കിലും വന്നാല് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളാം. നിങ്ങളെ രണ്ടുപേരെ ആദ്യം എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ സത്യം പറയോ? നിങ്ങൾക്ക് രണ്ടാൾക്കും പേടി പോലീസിനെയാണോ അങ്കിളുടെ ആന്റിയുടെ മകൾ ശ്രീലക്ഷ്മിയാണോ? രണ്ടായാലും നിങ്ങൾ പേടിക്കണ്ട. എന്റെ വഴിയും ലക്ഷ്യങ്ങളും വേറെയാ. അതിലൊരിക്കലും ശ്രീലക്ഷ്മിക്ക് ഒരു പങ്കും ഉണ്ടാവില്ല. ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ ലക്ഷ്യത്തിലെത്താൻ എനിക്കൊരു കൈസഹായത്തിന് ഒരാളെ എന്റെ മുന്നിൽ എത്തിച്ചു തരണമെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. ആ ഒരു സഹായി ആരാണെന്നുള്ളത് ഈശ്വരൻ എനിക്കൊരു സിഗ്നൽ തന്നിട്ടുണ്ട് ഇന്നലെ രാത്രി. ആ ബോക്സ് തന്നെ, അതിന് തുറക്ക്. ആ ബോക്സ് തുറക്കണോ? എന്താ ശ്രീലക്ഷ്മി, ബോക്സ് തുറക്കുന്നില്ലേ? എനിക്ക് ശ്വാസം മുട്ടുന്നു, വേഗം തുറക്ക്. രാവിലെ തന്നെ എന്നെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? കാണിച്ചു തരാം ഞാൻ ഇനി സാറിനോട് മിണ്ടില്ല. അയ്യോ, കുഴപ്പമായോ? എന്തു കുഴപ്പം? എന്റെ ശ്രീലക്ഷ്മി, പിണങ്ങിയോ താൻ? വേണ്ട, കൂടുതൽ ശൃംഗരിക്കൊന്നും വേണ്ട. ഞാൻ ഇനി മിണ്ടില്ല എന്ന് പറഞ്ഞാ മിണ്ടില്ല. ഓ, ഞാൻ വിശ്വസിച്ചു. പിണങ്ങാനല്ലേ ഇത്രയും ദൂരം ഇവിടെ വന്ന് താമസിക്കുന്നത്? ശരി, മിണ്ടുന്നില്ലെങ്കിൽ വേണ്ട, സാരമില്ല. അപ്പോ ഈ ബോക്സിലുള്ളത് എനിക്ക് മാത്രം. അയാളാണെങ്കിൽ വേറൊന്നും പറയുന്നുമില്ല. മണിക്കൂറുകൾ നിമിഷങ്ങൾ പോലെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇതുവരെ അവളെ കണ്ടെത്താതിരുന്നതിന് എന്നോട് ക്ഷമിക്കണം രവി. നമ്മുടെ സെക്യൂരിറ്റീസ് എല്ലാവരും രാഗസുധയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ്. ഇതുവരെ അവളെ കണ്ടെത്താനാവാത്തത് എന്റെ മിസ്റ്റേക്കാണ്. ഞാനത് സമ്മതിക്കുന്നു. അതോടൊപ്പം ദിവസങ്ങൾ കഴിയുന്തോറും ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിക്കപ്പെടാതെ പോകുമോ എന്നൊരു ഭയവും ഉണ്ട് എനിക്ക്. ഞാനും അവളും ഇനി ഒന്നുകൂടി നേർക്കുനേർ കാണുന്ന സമയം, സാഹചര്യം, അതിനനുസരിച്ചായിരിക്കും അവള് ജീവിക്കണോ വേണ്ടയോ എന്ന് എനിക്ക് തീരുമാനിക്കാൻ. ഒരു ദയയും അവൾ അർഹിക്കുന്നില്ല. ഒരു കുമ്പസാരത്തിന് ഞാൻ സമയവും കൊടുക്കില്ല. അവൾ കാരണം എന്റെ തല നിന്റെ മുന്നിൽ താണുവെങ്കിൽ അതിന്റെ പ്രതിവിധിയും എന്റെ കയ്യിലുണ്ട്. നിന്നെ കുറ്റപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. ആ അർത്ഥത്തിലല്ല ഞാൻ നിന്നോട് സംസാരിച്ചത്. അവളെ കണ്ടെത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് രചന, എന്റെ ആവശ്യമാണ്. ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുമ്പോ ഞാൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, എന്റെ സ്ട്രെസ്, മനസ്സമ്മാനത്തോടെ എനിക്ക് ശ്രീലക്ഷ്മിയോടൊപ്പം ജീവിക്കണം രാജാ. കോളനിയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ശ്രീലക്ഷ്മിക്ക് ഊഹിക്കാൻ പറ്റാത്ത, സ്വപ്നം കാണാൻ കഴിയാത്ത അത്ര ഉയരത്തിലായിരുന്നു രാഗസുധ എന്ന എന്റെ നിലയും വിലയും ജീവിതവും. ഇപ്പൊ കാണുന്ന ഈ രാഗസുധ അല്ലായിരുന്നു ഞാനെന്ന്. നല്ലൊരു മകളായിരുന്നു. എന്റെ നന്ദിനി ചേച്ചിയുടെ പ്രിയപ്പെട്ട അനിയത്തിയായിരുന്നു. പക്ഷെ
ആ സ്ഥാനമാനങ്ങളൊക്കെ എനിക്ക് എന്തോ നഷ്ടമായി. നഷ്ടമായതല്ല, എന്നെ അങ്ങനെ ആക്കി തീർത്തെന്ന് പറയുന്നതാ ശരി. എന്റെ ചേച്ചിയെ ഇല്ലാതാക്കിയ, എന്നെ ഈ നിലയിലേക്ക് ചവിട്ടി താഴ്ത്തിയവരെ ഇല്ലാതാക്കുക എന്നൊരു ദൗത്യം മാത്രമാണ് ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. മാത്രമല്ല, എന്റെ കഴിഞ്ഞ കാല ജീവിതം മുഴുവൻ ഞാൻ പാടെ ഉപേക്ഷിച്ചിട്ടാ നാട് വിട്ടത്. അങ്ങനെയുള്ള ഞാൻ ഇനി ഒരിക്കലും ഓർക്കാത്ത ദിവസങ്ങളിൽ, മറന്ന മുഖങ്ങളിൽ ഒരു തവണ പോലും ഞാൻ ഈ മുഖം കണ്ടിട്ടില്ല. എന്റെ ഓർമ്മയിലേ ഇല്ല. ശ്രീലക്ഷ്മി ഞാൻ ആദ്യമായിട്ട് കാണുന്നതും നേരിട്ട് സംസാരിക്കുന്നതും ദാ ഇന്നിവിടെ വെച്ചാ. ബന്ധങ്ങൾ ബന്ധനങ്ങളായി കണ്ട് ജീവിക്കുന്ന രാഗസുധ എന്ന എനിക്ക് ഇനിയും ബന്ധങ്ങളുടെ കെട്ടുപാടുകളിൽ ഒതുങ്ങിക്കൂടാൻ താല്പര്യമില്ല. നൂല് പൊട്ടിയ പട്ടം പോലെ സഞ്ചരിക്കുന്ന എനിക്ക് ആരുടെയും കൈപ്പിടിയിൽ ഒതുങ്ങി അവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നത് ഇഷ്ടവുമല്ല. സത്യം പറഞ്ഞ സുദർശൻ അങ്കിളും സരോജ ആന്റിയും എന്നോട് കാണിക്കുന്ന സ്നേഹത്തില് നല്ല ആശങ്കയുണ്ട് എനിക്ക്. അവരിപ്പോ ശ്രീലക്ഷ്മിയുടെ സ്ഥാനത്ത് എന്നെ സങ്കല്പിക്കുമെന്ന ഭയമുണ്ട്. അതിനുള്ള അവസരം കൊടുത്ത് അവസാനം അവരെ വിഷമിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല. എന്റെ ലക്ഷ്യം നിറവേറ്റാൻ ആ ഒരു സ്ഥാനം എനിക്ക് തടസ്സമാവും. ഏതു നിമിഷവും ഞാൻ ഇവിടെ വിട്ടുപോകും. ഒന്നുകിൽ ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത ഇരുമ്പഴിക്കുള്ളിൽ, അതുമല്ലെങ്കിൽ എന്റെ ചേച്ചിയുടെ ലോകത്ത്, എന്റെ ചേച്ചിയുടെ തൊട്ടടുത്ത്. അതെ, സത്യം. ചേച്ചിയുടെ തൊട്ടടുത്ത് തന്നെയാ രാഗസുധ ഇപ്പോഴും. ഞാൻ തേടി അലഞ്ഞ് കണ്ടുപിടിക്കാനാകാതെ ഈശ്വരനായിട്ട് മുന്നിൽ നിർത്തി തന്നിരിക്കേ ഇപ്പോ. നിന്നെ തേടി ഞാൻ ഒരുപാട് അലഞ്ഞു. എന്തിനാ ശ്രീലക്ഷ്മി ഇങ്ങനെ ഒരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കുന്നേ? അങ്കിളിനോട് ആന്റിയോട് എനിക്ക് കടപ്പാടുണ്ട്. ആ കടപ്പാടിന്റെ പുറത്താണ് ശ്രീലക്ഷ്മിയോട് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് തന്നെ. ആ സ്വാതന്ത്ര്യം ശ്രീലക്ഷ്മി മുതലെടുക്കുന്നെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ആരെയും വിശ്വസിക്കരുത്, സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കരുത് എന്ന വരിയ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ പാഠം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ശ്രീലക്ഷ്മി കൂടി എന്നെ പറഞ്ഞു പറ്റിച്ചവരെ കൂട്ടത്തിലാകരുത്. അങ്കിള് പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണയുടെ പുറത്താ നീ ഇതൊക്കെ പറയുന്നതെന്ന് കേൾക്കാൻ എനിക്കിഷ്ടം. അവരെ കൂടുതൽ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ അവരുടെ മുന്നിൽ വെച്ച് ഞാനിതൊന്നും പറയാത്തത്. സോ പ്ലീസ്. ഇപ്പൊ ഈ സമയത്ത് ഞാൻ തന്നെയാണ് രാഗസുധയുടെ മരിച്ചുപോയ ചേച്ചി രാജനന്ദിനി എന്ന് പറഞ്ഞാലും രാഗസുധ ഒരിക്കലും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. കൂടുതൽ പ്രശ്നങ്ങളാവുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം അത് തുറന്നു പറയണ്ട എന്നതാണ് ശരിയായ തീരുമാനം. അയാൾ ഇറങ്ങിയോ? ഇറങ്ങി സർ. കണ്ടോ? കാണാം സർ. നിങ്ങൾ ഫോളോ ചെയ്തോ, ഞാൻ പിന്നാലെയുണ്ട്. ഓക്കെ സർ, വണ്ടി എടുത്തോ. എടോ നജീബേ, നമ്മൾ ശ്രീലക്ഷ്മി മാഡത്തിന്റെ ക്യാബിനിൽ എത്തിയോ? ആ എത്തി. ഇവിടെ ഉള്ളത് ശ്രീലക്ഷ്മി മാഡം തന്നെയാണല്ലോ അല്ലേ? അതോ? ഞാൻ തന്നെയാ. എന്താ ത്രിവിക്രമനങ്ങള്? ആ, മോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ആ നജീബേ, ഇനി നീ പൊയ്ക്കോ. ആ ശരി.
ശ്രീലക്ഷ്മി മോളെ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് മോളോടൊരു കാര്യം പറയാനാ. എന്താ അങ്കിള്? ഞാൻ പറയുന്ന കാര്യം മോള് ശ്രദ്ധിച്ച് കേൾക്കണം. കുറച്ചു നാള് മുമ്പ് രവിസാറും മോളും അകന്നു നിന്നില്ലേ? ആ സമയത്ത് ഇവിടെ ചില മുതലെടുപ്പൊക്കെ നടത്തി. മുതലെടുപ്പോ? ആര്? എന്ത് മുതലെടുപ്പ്? ആ പറയാം. ആ സാൻഡ്ര മാഡം ആളത്ര ശരിയല്ല മോളെ. മോളില്ലാത്ത സമയത്തൊക്കെ ആ രവിസാറിനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചിരുന്നു. ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രവിസാർ ഇതിലൊക്കെ നിരപരാധിയാ. ഞാനും കുറച്ചൊക്കെ അറിയുകയും കാണുകയും ചെയ്തു അങ്കിളെ. എങ്കിൽ മോൾ അറിഞ്ഞതും കണ്ടതും മാത്രമല്ല, അല്ലാതെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഓഫീസിൽ പല കഥകളും കേൾക്കുന്നുണ്ട്. എന്ത് കഥകള്? ഒരു അസുഖക്കാരിയായ ശ്രീലക്ഷ്മിയെ കളഞ്ഞിട്ട് തന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന സാൻഡ്ര മാഡത്തിനെ സാറിനെ കൂടെ കൂട്ടിക്കൂടെയെന്നാണ് ഇവിടെ പലരുടെയും അഭിപ്രായം. തന്റെ കുറവുകൾ മനസ്സിലാക്കി രവി സാറിനെയും സാൻഡ്ര മാഡത്തിനെയും ഒരുമിച്ച് ജീവിക്കാൻ മോൾ അനുവദിക്കണമെന്നാണ് വേറെ പലരുടെയും അഭിപ്രായം. നിങ്ങൾ പൊയ്ക്കോ. സാൻഡ്ര, എന്ത് പറ്റി? സാൻഡ്ര, 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 നീ പറഞ്ഞ ഡോക്യുമെന്റ്സ്. ആദ്യം ഇത് സൈൻ ചെയ്തു തരാൻ അവർ സമ്മതിച്ചില്ല. പറഞ്ഞതിൽ കൂടുതൽ കൊടുക്കേണ്ടി വന്നു. പിന്നെ എന്റെ ചില വിരട്ടലുകളും. ഞാൻ വന്ന് സമാധാനപരമായിട്ട് ഇത് ഡീൽ ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്ന് എനിക്കറിയാം. അതാ ഞാൻ നിന്നെ തന്നെ പറഞ്ഞു വിട്ടത്. അല്ല, ഇനി എന്താ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞില്ല? ശ്രീലക്ഷ്മിയോടൊപ്പമുള്ള മനോഹരമായ ജീവിതം. ഇനിയെങ്കിലും എനിക്കത് സാധ്യമാക്കണം. മനസ്സമാധാനമായി ഞാനും ശ്രീലക്ഷ്മിയോടൊപ്പമുള്ള കുറെ നല്ല ദിവസങ്ങൾ, നല്ല മുഹൂർത്തങ്ങൾ. വേറൊന്നിനെ കുറിച്ചും ഞാനിപ്പോ ആലോചിക്കുന്നില്ല രാജാറാം. അങ്ങനെ പൂർണ്ണമായി മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ശത്രുക്കൾ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ? എല്ലാ കാലത്തും ശത്രുക്കൾ നമുക്കുണ്ടല്ലോ രാജാറാം. പടവെട്ടിയും പൊരുതിയും തന്നല്ലേ നമ്മൾ ഇവിടം വരെ എത്തിയതും. നമ്മുടെ മുന്നിൽ വരാതെ മറഞ്ഞു നിൽക്കുന്ന ശത്രുക്കളെ നമ്മൾ തേടിപ്പിടിച്ച് കണ്ടെത്താൻ ശ്രമിച്ചാലും അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. കാരണം നമുക്ക് അവരെ അല്ലല്ലോ, അവർക്ക് എന്നെയല്ലേ ആവശ്യം. അതുകൊണ്ട് അവരെന്നെ. എന്നാണ് തനിക്ക് റിവോൾവർ കിട്ടിയത്? 2 ദിവസം മുമ്പ്. എന്നിട്ട് ആ ദിവസം തന്നെ എന്താണ് സ്റ്റേഷനിൽ അറിയിക്കാത്തത്? ഇന്നാണോ ഓർമ്മ വന്നത്? അതോ ഇതുകൊണ്ട് ആരെങ്കിലും കൊല്ലാനോ വല്ല ബാങ്ക് കൊള്ളയടിക്കാനും പ്ലാൻ ചെയ്യുകയായിരുന്നു? സത്യം പറയണം, എന്തായിരുന്നു നിന്റെ പ്ലാൻ? ഒന്നും തോന്നൽ സാർ. ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അതുകൊണ്ടാണ് തോക്ക് കിട്ടിയ ദിവസം തന്നെ വരാതിരുന്നത്. ആശുപത്രിയിലായിരുന്നു. തന്റെ നാടെവിടെ? വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് സ്വന്തം പറയാൻ ആരുമില്ല സർ. സുദർശൻ ഞങ്ങളുടെ കൂടെ ഞാനിപ്പോ താമസിക്കുന്നത്. ആ തലയിൽ തട്ടോന്ന് മാറ്റിക്കേ.
എന്താ മുഖം കാണിക്കാൻ ഇത്ര മടി? പിടികിട്ടാ പുള്ളി വല്ലതാണോ? അല്ല സർ. എന്റെ സഹോദരിയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ഒരു പരാതി തരാൻ വന്നതാ. രാഗസുധ എന്ന. കാണാതായിട്ട് എത്ര ദിവസമായി? 20 വർഷം കഴിഞ്ഞു. തന്റെ ഫുൾ നെയിം സുധയെന്നല്ലോ. ശരിക്കുള്ള പേര് രാഗസുധയൊന്നോ മറ്റോ അല്ലേ? അതെ സർ. എന്താ അത് പറയാഞ്ഞ്? നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ആയിട്ടുണ്ടല്ലോ. കംപ്ലൈന്റോ? എത്ര നാളായി രാഗസുധ ഈ സുദർശന്റെ കൂടെ താമസമായിട്ട്? കുറച്ച് ദിവസമായിട്ടുള്ളൂ സർ. അതിനു മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു താമസം? സർ, അതിനു മുമ്പ് ഞാൻ തമിഴ്നാടിനടുത്തുള്ള മുത്തുമാരിയമ്മ ക്ഷേത്രത്തിനടുത്തായിരുന്നു താമസിച്ചിരുന്നത്. മുമ്പ് ഞാൻ ചോദിച്ച അതേ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് ബന്ധുക്കളായി ആരെങ്കിലും ഉണ്ടോ? ഇല്ല സർ, ആരുമില്ല. കഴിഞ്ഞ 20 വർഷമായി ഞാൻ തനിച്ച. ക്ഷേത്രങ്ങൾ ആശ്രമമാണ് എനിക്ക് ഏക ആശ്രയമായി ഉണ്ടായിരുന്നത്. സാർ, ആരാണ് സാർ ഈ കുട്ടിയുടെ പേരിൽ കംപ്ലൈന്റ് തന്നത്? എന്തായിരുന്നു സാർ കംപ്ലൈന്റ്? 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ പെൺകുട്ടിയെ കാണാതായെന്നും അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരണമെന്നുമാണ് പരാതിയിലുള്ളത്. സർ, അയ്യോ സർ, ഒരു മിനിറ്റ്. സാർ, നിങ്ങൾ ഈ പറയുന്ന ശ്രീലക്ഷ്മി എന്റെ മകളാണ് സാർ. തന്റെ മകളോ? കൊള്ളാം. എന്നിട്ട് ഈ പെൺകുട്ടി തന്റെ കൂടെയാണ് താമസിക്കുന്നതെന്നുള്ള വിവരം ഇതുവരെ നിങ്ങളുടെ മകൾക്കറിയില്ലേ? അറിയാം സാർ. പിന്നെ എന്തിനാണോ തന്റെ മകൾ കംപ്ലൈന്റുമായിട്ട് വന്നത്? എന്താ രാഗസുധേ? രാഗസുധയ്ക്ക് ശ്രീലക്ഷ്മി എങ്ങനെ പരിചയം? സാർ, അത് അങ്ങളുടെ മകളാണെന്നറിയാം. ശ്രീലക്ഷ്മി എന്നെ ചേച്ചിന്നാ വിളിക്കുന്നത്. അതല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു മുൻപരിചയമില്ല. ഞാൻ ഇവിടെ വെച്ചാ ശ്രീലക്ഷ്മി ആദ്യം കാണുന്ന പോലും. എന്തൊക്കെയാണോ ഇത്? ആകെ തലവേദനയായാലോ. ആ പെൺകുട്ടിയാണെങ്കിൽ 20 വർഷം മുമ്പ് കാണാതെ പോയ അനിയത്തിയാണ് ഈ കുട്ടിയെന്ന് പറയുന്നു. അച്ഛനും അമ്മയും വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ടാണ് കംപ്ലൈന്റ് തരാത്തതെന്നൊരു കഥയും. ഇവരെല്ലാം നേരെ തിരിച്ചും പറയുന്നു. സാർ, സത്യമായിട്ട് എന്റെ മോൾ അങ്ങനെ ഒരു കംപ്ലൈന്റ് തന്നത് എന്തിനാണെന്ന് അറിയില്ല സാർ. എന്തുവാണോ ഇത്? സ്വന്തം കുടുംബത്തിൽ നടക്കുന്നൊന്നും താൻ അറിയുന്നില്ലേ? എടോ, തന്റെ കയ്യിൽ ആ ശ്രീലക്ഷ്മിയുടെ ഫോൺ നമ്പർ ഉണ്ടോ? ഉണ്ട് സർ. അവരെ വിളിച്ച് കാണാതായ രാഗസുധയെ ഇവിടെ കിട്ടിയിട്ടുണ്ട്, എത്രയും വേഗം സ്റ്റേഷനിലേക്ക് വരാൻ പറ. ശരി സാർ.
ആ എന്താ സർ വിളിച്ചത്? മാഡം അത്യാവശ്യമായി പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വരണം. പോലീസ് സ്റ്റേഷനിലേക്കോ? എന്തിന്? മാഡം കാണാനില്ലെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് തന്ന പെൺകുട്ടി ഇപ്പോ നമ്മുടെ സ്റ്റേഷനിലുണ്ട്. എന്തിനാ അവര് സ്റ്റേഷനിൽ വന്നത്? അത് മാഡത്തിന്റെ അച്ഛന്റെ ഷോപ്പിനടുത്ത് വെച്ച് എന്റെ സർവീസ് റിവോൾവർ മിസ്സായിരുന്നു. അത് തിരികെ കൊണ്ടുതരാൻ മാഡത്തിന്റെ അച്ഛനോടൊപ്പം വന്നപ്പോഴാ ഞങ്ങൾ ആളെ തിരിച്ചറിഞ്ഞത്. സാർ മാഡത്തിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. മാഡം ഒന്ന് വന്നാൽ. സർ ഞാൻ അവരെ ഓൾറെഡി മീറ്റ് ചെയ്തു. ഇപ്പൊ എനിക്ക് പരാതിയൊന്നുമില്ല. സോറി സർ, അവരെ കണ്ടിരുന്നെന്ന കാര്യം ഇൻഫോം ചെയ്യാതിരുന്നത് എന്റെ മിസ്റ്റേക്കാ. ഇറ്റ്സ് ഓക്കെ മാഡം. സാർ ഒന്ന് CI സാറിനോട് പറയണം. പരാതി ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി ഞാൻ സ്റ്റേഷനിലേക്ക് വരേണ്ട കാര്യമുണ്ടോ സർ? വേണ്ട മാഡം, സാറിനോട് ഞാൻ സംസാരിക്കാം. താങ്ക് യു സർ. ഓക്കെ. എന്നെയും എന്റെ ഭർത്താവിനെയും ഞങ്ങളുടെ വഴിക്ക് വിട്ടേക്ക്. ഞങ്ങളുടെ ജീവിതത്തിനിടയിലേക്ക് സാന്ദ്ര ഇനിയും വരരുത്. അതാർക്കും നല്ലതിനാവില്ല. ഒന്നാമത് സാന്ദ്രയ്ക്ക് ഇനി നല്ലൊരു ജീവിതമൊക്കെ ഉള്ളതല്ലേ. വെറുതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയും താൻ തലയിടണ്ട. ഇനി ഇങ്ങനൊരു വാർണിംഗ് ഉണ്ടാവില്ല. സാന്ദ്ര പോയിക്കോ, എന്നിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കേ. പറ്റില്ലെങ്കിലോ? ആദ്യം പറഞ്ഞതൊക്കെ ഞാൻ കേട്ടോണ്ട് നിന്നത് അത് ഒഫീഷ്യൽ കാര്യമായതുകൊണ്ടും എന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടുമാണ്. പക്ഷെ പോയ എന്നെ വിളിച്ചു നിർത്തി രണ്ടാമത് പറഞ്ഞത് എന്റെ പേഴ്സണൽ കാര്യം ആയതുകൊണ്ട് തന്നെ അത് കേട്ടുകൊണ്ടങ്ങ് പോകാൻ പറ്റില്ലല്ലോ ശ്രീലക്ഷ്മി മാഡം. ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും ആരുടെ കൂടെ ജീവിക്കണമെന്നും എനിക്കറിയാം. രവി സാറിന്റെ ഒരു സമ്മതം മതി ശ്രീലക്ഷ്മി വർമ്മൻ വില്ലയുടെ പടി ഇറങ്ങാനും സാൻഡ്ര ആ പടി കയറാനും. പിന്നെ ശ്രീലക്ഷ്മി എന്നൊരു പെൺകുട്ടിക്കോ ഭാര്യയ്ക്കോ എന്റെ മനസ്സിൽ ഒരു സ്ഥാനവും ഞാൻ കൊടുത്തിട്ടില്ല. അന്നും ഇന്നും ഞാൻ സ്ഥാനം കൊടുത്തതും പ്രതിഷ്ഠിച്ചതും രവിചന്ദ്രവർമ്മൻ എന്ന ആളെയാ. ആ ആളെ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ഈ സാൻഡ്ര മരിക്കണം, ആരെങ്കിലും കൊല്ലണം. കൊല്ലാനും സാന്ദ്രയെ പോലെ ആകാനൊന്നും ശ്രീലക്ഷ്മിക്ക് പറ്റില്ല. നീ ഇത്ര നേരം പറഞ്ഞതിന് നീരേറ്റ കോളനിയിൽ ഒരൊറ്റ വാക്കിലൊരു പേര് പറയും: അവിഹിതം. ഓ, ഇതിനെ അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ലല്ലോ. എന്റെ ഭർത്താവ് അറിയാതെയല്ലേ നീ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത്. അപ്പൊ അതിന്റെ പേര് അവിഹിതം എന്നല്ല, അഹങ്കാരം എന്നാ. ദുർമരണം നടന്ന കുടുംബമായതിനാൽ ഒരു പിഞ്ചുപൈതലിന്റെ കാൽപാദം ഈ ഭവനത്തിൽ ചവിട്ടി നടക്കണം. ആ പാദസ്പർശത്താൽ മിക്ക പ്രശ്നങ്ങളും ഒഴിഞ്ഞു മാറാനുള്ള സാധ്യതയുണ്ട്. ജനിച്ചാൽ ഒരു നാളിൽ മരിക്കണമെന്ന ആ സത്യം ഉൾക്കൊണ്ട് തന്നെ ഒരു മരണത്തെ ഒരു ജനനം കൊണ്ട് ഒരു പരിധിവരെ സമീകരിക്കാനാവും. ഈ കുടുംബത്തിലും അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിലും എണ്ണമറ്റാത്ത ഈ സ്വത്തുക്കൾക്കൊരു അനന്തരാവകാശം ഉണ്ടായാലേ പറ്റൂ. അതിനുള്ള സമയം സമാഗതമായി എന്ന് കരുതിയാൽ മതി. അനന്തരാവകാശിയായ ഒരു കുഞ്ഞിക്കാലിന്റെ സ്പർശനം ഈ ഭവനത്തിൽ പതിയണം. അതോടെ പുകഞ്ഞു നിൽക്കുന്ന ഈ ഭൂമി തണുക്കും. ഒപ്പം ദുരാത്മാവിന്റെ ചെയ്തികൾക്കും ശമനമാകും. മക്കളുടെ സന്താനഭാഗ്യം കൂടി ഒന്ന് പറയോ ജോത്സരെ? രണ്ടു മരുമക്കളുടെയും ജാതകം ഇതാ. ശ്രീലക്ഷ്മി
തിരുവാതിര നക്ഷത്രം. ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം ഭഗവാൻ ശിവന്റെ നക്ഷത്രം. രാശിയുടെ 11ാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത്. ഈ രാശിയിലെ സ്ത്രീകൾക്ക് ഗർഭധാരണത്തിന് അനുയോജ്യമായ സമയമാണിത്. അതുകൊണ്ട് ഇവർ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ മിടുക്കനോ മിടുക്കിയോ ഒരു കുഞ്ഞിനെ ഈശ്വരൻ നൽകുകയും ചെയ്യും. എന്നാൽ ശനി 5ാം ഭാവത്തിൽ ഇരിക്കുന്നതിനാൽ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സമയമെടുത്തേക്കും. ഞാനിപ്പോ പറഞ്ഞത് ജ്യോതിഷം മാത്രമാണ്. പ്രാർത്ഥനകളിലും ചികിത്സകളിലും മാറ്റം വന്നേക്കാം. ജനനം കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന മാറ്റങ്ങൾ മാത്രമേ പ്രഥമദൃഷ്ടിയാൽ കാണുന്നുള്ളൂ. പണമുള്ളവന് ആ സൗന്ദര്യത്തിന് മുകളിൽ ഒരു പരുന്തും പറക്കില്ല രേഖ മാഡം. ഈ കാര്യം നമ്മളെക്കാൾ നന്നായിട്ട് അറിയാവുന്നത് ശ്രീലക്ഷ്മിക്കാണ്. വീട്ടിൽ സമാധാനം കൊണ്ടുവരാൻ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ മാഡത്തിന്റെ കാര്യം പോക്കാവും. രണ്ടിലൊന്ന് അത് തീരുമാനിക്കേണ്ട സമയം ഇപ്പോഴാണ്. മാഡത്തിന് എന്താണോ നഷ്ടപ്പെട്ടത്, മാഡത്തിന് എന്താണോ ആവശ്യം, അതൊരു കുഞ്ഞു മുഖേന വളരെ ഈസിയായി നേടാൻ കഴിയും. ആ കുഞ്ഞിനെ മുൻനിർത്തി ശ്രീലക്ഷ്മി എന്നേക്കുമായിട്ട് ഒഴിവാക്കാനും പറ്റും. ഞാൻ എന്ത് ചെയ്യണമെന്ന് സാന്ദ്ര പറയുന്നത്? സ്ത്രീയാവണം. ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന ഭാര്യ. തന്റെ അടുത്തോടെ മാത്രം സംസാരിക്കുന്ന ഭാഷയില് വ്യത്യാസം വരണം. അല്ല സാന്ദ്ര, പെട്ടെന്ന് മാറുക എന്നൊക്കെ പറഞ്ഞ രഘുവിന് വല്ല സംശയം തോന്നിയ? അതോർത്ത് മാഡം പേടിക്കണ്ട. ഏതൊരു പെണ്ണിന്റെയും സ്വപ്നമാണ് അവളുടേതായ ഒരു കുഞ്ഞ്. അതിനെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. മാഡം ചിന്തിക്കുന്ന പോലെ ഒരു പ്രശ്നവുമില്ല. മാഡത്തിന് രഘുസാറിനോടുള്ള സമീപനത്തില് മാറ്റം വരുമ്പോ തന്നെ എല്ലാം ശരിയാവും. ജനിക്കാൻ പോകുന്ന കുഞ്ഞു വഴി മാഡത്തിന് കിട്ടാൻ പോകുന്നത് ഈ കണ്ട പ്രായം അത്രയും മാഡം വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളാ. ഇളയ മരുമകളെന്ന് മുദ്രകുത്തി തഴയപ്പെട്ട് രവിസാറിന്റെ തണലില് ജീവിക്കുന്ന അനിയന്റെ ഭാര്യ എന്ന സ്ഥാനത്ത് നിന്ന് അറിയാവുന്നതും അറിയാത്തതുമായ വർമ്മൻ കുടുംബത്തിലെ സമ്പാദ്യങ്ങളുടെ മുഴുവൻ അവകാശിയുടെ അമ്മ എന്നത് നിസ്സാരമായൊരു സ്ഥാനക്കയറ്റമല്ല. ഞാൻ പറയുന്നത് പോലെയൊക്കെ മാഡം ചെയ്താ മതി. മറ്റൊരു ശ്രീലക്ഷ്മിയല്ല, ഈ വീട്ടിലെ മഹാലക്ഷ്മി ആക്കും ഈ സാൻഡ്ര. ഉറപ്പാണ്. അതെ മോളെ, നഷ്ടപ്പെട്ടു നമ്മൾ കരുതിയ നമ്മുടെ ഈ കോളനിയും ഈ വീടും എല്ലാം നമ്മുടേതായിട്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടി. അതെങ്ങനെ? ഈശ്വരനായിട്ട് നമുക്ക് തിരികെ തന്നതാ. അച്ഛൻ പറയുന്നത് എല്ലാം മോൾക്ക് മനസ്സിലാവും. അതെ, ഇവരെല്ലാരും മോളെ കാത്തു നിൽക്കായിരുന്നു. ഇതിനെല്ലാം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് ശ്രീലക്ഷ്മി മോളോടാ. ആരും ഒരു വിലയും തരാത്ത ഞങ്ങൾക്ക് ഈശ്വരൻ തരുന്ന വിലയാ മോളെപ്പോലുള്ളവരുടെ സ്നേഹം. ഈ നമ്മളാരും ശ്രീലക്ഷ്മിയുടെ ആരുമല്ല. എന്നിട്ടും ഞങ്ങളോട് കാണിച്ച ഈ മനസ്സലിവിന് ദയക്ക് ശ്രീലക്ഷ്മിക്ക് നല്ലത് മാത്രമേ വരൂ. ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യം ചെയ്ത അമ്മയാണ് സരോജൻ നീ. ഈ കോളനിയിൽ എല്ലാവർക്കും മാതൃകയായ അമ്മ. അതെ, സഹജീവികളോട് എങ്ങനെ പെരുമാറണമെന്നും അവരെ എങ്ങനെ സ്നേഹിക്കണമെന്നും സരോജവും സുദർശന ചേട്ടനും മോളെ പഠിപ്പിച്ചതിന്റെ ഫലമാണ് നമ്മളൊക്കെ ഈ കോളനിയിൽ വീണ്ടും തിരികെ വന്നതും കാലുറച്ച് നിൽക്കുന്നതും. ഉള്ള കിളപ്പാടം എങ്ങനെയാണ് പോയെന്നറിയാതെ ഒരു ദിവസം ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വന്നു.
തിരികെ ഇവിടെ വരുന്നവരെ കണ്ണീര് തോർന്നിട്ടില്ല ആർക്കും. ഈ തിരിച്ചു വന്നിരിക്കുന്ന ഞങ്ങളൊക്കെ ഇനി എങ്ങോട്ടും പോകുന്നില്ല. ലോകത്തിന്റെ എവിടെ പോയാലും ഇവിടെ കിട്ടുന്ന സമാധാനവും ശാന്തതയും വേറെ ഒരിടത്തും ഉണ്ടാവില്ല. ഞാനൊരു ദിവസം ഇവിടെ വന്നപ്പോ ഇവിടെ ആകെ കാട് പിടിച്ച് ആരും താമസിക്കാനില്ലാതെ. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ ഇതിനൊക്കെ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? ശ്രീലക്ഷ്മി മുഖാന്തരമാണ് ഈ നിൽക്കുന്നവർക്കെല്ലാം അവരുടെ വീടും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടിയത്. ഇനി അത്ഭുതത്തിന്റെ ആശങ്കയുടെ ഒന്നും ആവശ്യമില്ല ശ്രീലക്ഷ്മി. ഈ നിൽക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും സന്തോഷത്തിന് കാരണം നേരത്തെ അങ്കിള് പറഞ്ഞില്ലേ ഒരു ഈശ്വരനെ കുറിച്ച്, ആ ഈശ്വരൻ തന്നെയാ. രേഖ വഴക്കുവല്ലോ ഉണ്ടാക്കിയോ? ഏയ് ഇല്ല. എന്നാ ശരി അമ്മ. മോനെ രഘു, എന്താ അമ്മേ? അമ്മയ്ക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ, എന്തു പറ്റി? ഇന്നിവിടെ ജോത്സ്യര് വന്നിരുന്നു. അമ്മ വിളിച്ചിട്ട് വന്നതാ. നിനക്കറിയാലോ, പ്രശ്നങ്ങൾ തീർന്ന് സമയമില്ല ഈ വീട്ടിൽ. അതിനൊരു പരിഹാരമായി ജോത്സ്യൻ പറഞ്ഞത് ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കണമെന്നാ. നിന്റെയും രേഖയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും വർഷമായില്ലേ? ഇനിയെങ്കിലും നിങ്ങൾ രണ്ടാളും ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കണം. അതൊരു പ്രശ്ന പരിഹാരമായി മോൻ കാണണ്ട. എന്നായാലും നിങ്ങൾക്കൊരു കുഞ്ഞു വേണമല്ലോ. പണ്ടൊരു തവണ രേഖയോട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചതാ അമ്മേ. അമ്മയായാൽ സൊസൈറ്റിയിലുള്ള നിലയും വിലയും പോകുന്നു, പ്രായം കൂടുതൽ തോന്നിക്കുന്നൊക്കെയാ അവൾ അന്ന് പറഞ്ഞ മറുപടി. ആ കാര്യം പറഞ്ഞ് ഞങ്ങൾ പലപ്പോഴും വഴക്കിടാറുമുണ്ട്. മനസ്സുകൊണ്ട് പോലും ഒരു അമ്മയാവാൻ അവൾക്ക് കഴിയില്ല എന്നാണ് ആ വഴക്കിന്റെ അവസാനം അവൾ പറഞ്ഞു നിർത്തുന്നത്. ഇപ്പൊ അതേപ്പറ്റി ഞാൻ സംസാരിക്കാറ് പോലുമില്ല. ഒരമ്മയുടെ മഹത്വവും കടമയും തിരിച്ചറിയാത്ത ഒരാളോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇനിയും ഇവിടെ നിന്ന് നിങ്ങൾ എങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ മാറി താമസിക്കണമെന്നൊരു തോന്നലുണ്ടായാൽ അത് എന്റെയും ശ്രീലക്ഷ്മിയുടെ ഒപ്പമായിരിക്കണം. ഒന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത്, ഓടി വന്ന് കാണാൻ കഴിയുന്ന ദൂരത്ത് നിങ്ങളുണ്ടായിരിക്കണം. പിന്നെ ജോലിയുടെ കാര്യം, ഇനിയും തട്ടുകട നടത്തി ജീവിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളത് ഏതൊരാളുടെയും ആത്മാഭിമാനത്തിന്റെ കാര്യമാണ്. എങ്കിലും താല്പര്യമില്ലാത്തൊരു ജോലി ചെയ്യരുതെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ. ശ്രീലക്ഷ്മിക്ക് പകരം കരിക്കൊത്തിയമ്മ ഞങ്ങൾക്കൊരു മോളെ തന്നു. സുധ എന്ന അവളുടെ പേര്. ഒരു പാവം കുട്ടിയാ സാറ്. അങ്ങനെ പറയാൻ മാത്രം അവൾക്ക് ആരുമില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ കൂടെ നിർത്താം. എന്നാലും അവളിത് എങ്ങോട്ട് പോയി? ചില നേരത്തെ നിന്ന നിപ്പി കാണില്ല കുട്ടിയെ. സാറിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാന്ന് വെച്ചാ ആളെ കണ്ടുകിട്ടണ്ടേ? അത് സാരല്ല സൗജന്യ, ഇനി ഒരിക്കലാകട്ടെ. നമുക്ക് ഇറങ്ങാം ശ്രീലക്ഷ്മി. ആ സാറേ, ഇതാ സുധേച്ചി. ശ്രീലക്ഷ്മിയുടെ വീട്, തട്ടുകട, നീരേറ്റ് കോളനി, അങ്ങനെ ശ്രീലക്ഷ്മി പോകാൻ ഇടയുള്ള എല്ലാ സ്ഥലങ്ങളും രാഗസുധ തന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. നിധി, ഇങ്ങനൊരു വേഷം കെട്ടി അവൾ ആ വീട്ടിൽ നിലയുറപ്പിക്കുമെന്ന് നമ്മൾ കരുതിയതേയില്ലല്ലോ. അപ്രതീക്ഷിതമായിട്ടില്ലേ ഓരോന്നും നടന്നത്. ഇങ്ങനെയുള്ള അപ്രതീക്ഷിത സംഭവങ്ങൾ നീ മുഖേന ഒഴിവാക്കണമായിരുന്നു. മറവിലിരുന്ന് അവൾ ശ്രീലക്ഷ്മിയെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാന്നല്ലാതെ എനിക്കോ നിനക്കോ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. രാഗസ്വതിക്ക് പകരം ശ്രീലക്ഷ്മിയാണ് പകരം ചോദിക്കാൻ ഇറങ്ങുന്നതെങ്കിൽ
കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ആരോഗ്യപരമായ പ്രതികാരത്തെക്കാൾ കൂടുതൽ വേദനിക്കുന്നതും സമാധാനം നഷ്ടപ്പെടുന്നതും ചതിയിലൂടെയുള്ള പ്രതികാരമാണ്. ശ്രീലക്ഷ്മിയും രാഗസുധയും പരസ്പരം കണ്ടിട്ടുണ്ടെങ്കിൽ, പഴങ്കഥകൾ പരസ്പരം പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം രാജാറാം. മുന്നിൽ നിൽക്കുന്നത് ശ്രീലക്ഷ്മിയാണെങ്കിൽ സത്യം പറഞ്ഞ് മനസ്സിലാക്കാനും രക്ഷപ്പെടാനും ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരില്ല. രവി, രാഗസുധ വീട്ടിലുണ്ടായിരുന്നുവെന്ന് നമ്മൾ കരുതുന്ന കാലയളവിൽ ശ്രീലക്ഷ്മി നിന്നോടൊപ്പമായിരുന്നു. ആരോട് ചോദിക്കണം? നിന്നോടോ അതോ രഘുവിനോടോ? നീ പറഞ്ഞ സ്വത്തുക്കളിലേറെയും അവൻ അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാ. നിന്റെ ഭർത്താവും നീയും ഇവിടെ എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? കുറച്ച് മനസമാധാനക്കേടല്ലാതെ. എന്റെ ഭർത്താവെന്ന് പറഞ്ഞ മധുരല്ലവിടെ ആരുമല്ലേ? ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാണോ ഇതിനെ? എല്ലാവരും കൂടി എന്റെ തലയിൽ കെട്ടിവെക്കുന്ന പോലെ പിടിച്ച് കെട്ടിച്ചതല്ലേ? രഘുവിന് ഇതൊന്നും ചോദിക്കാനുള്ള മനസ്സുമില്ല, താല്പര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുകയും വേണ്ട. അതാ ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് കൂടി അവകാശമുള്ളതെടുത്ത് ഇങ്ങനെ ദൂർത്തടിക്കാൻ പറ്റില്ല. ശരി, വന്നല്ലോ. രഘു ഇങ്ങനെ ഫയലും പിടിച്ച് തെക്ക് വടക്ക് നടന്നോ? ഇവിടെ നടക്കുന്നത് വല്ലതും രഘു അറിയുന്നുണ്ടോ, കാണുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ശ്രദ്ധിക്കെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, അറിയുന്നില്ല. അത് ചോദിച്ചറിയാനാ ഓഫീസിൽ തിരക്കുണ്ടായിട്ടും ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായത്? ഇത് ഞാൻ സാന്ദ്രയെ ഏൽപ്പിക്കാൻ പറഞ്ഞ ഫയലുകളാണല്ലോ, എന്റെ കഴിഞ്ഞ മാസത്തെ ബില്ലുകൾ. രഘു എന്തിനാ ഇതും വാങ്ങി ഇങ്ങോട്ട് വന്ന്? കഴിഞ്ഞ ഒരു മാസത്തെ നിന്റെ ചെലവ് 8,60,000 രൂപയോ? ആ, അതിനിപ്പോ എന്താ? എല്ലാ മാസവും ഇല്ലല്ലോ, 3 മാസം കൂടിയിട്ടല്ലേ ഞാൻ ബില്ല് കൊടുത്തു വിട്ടത്. നിനക്ക് എന്താ രേഖ ഇത്ര ചെലവ്? ഈ ബില്ലുകൾ കണ്ടിട്ട് ചേട്ടായി വല്ലതും ചോദിച്ചാ ഞാൻ എന്ത് സമാധാനം പറയും? ഓ, അപ്പൊ അതാണ് രഘുവിന്റെ പ്രശ്നം. ചേട്ടായിയോട് എന്തു പറയുന്നു? രാജേശ്വരി, എന്താ അപ്രതീക്ഷിതമായ ഒരു വരവ്? അങ്ങനെ വരുമ്പോഴല്ലേ ഇങ്ങനെയുള്ള നേർക്കാഴ്ചകൾ പലതും കാണാൻ കഴിയും. രാജേശ്വരി, അത് ഇപ്പൊ ഞാൻ കണ്ടതിനപ്പുറം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം ഗായത്രി അമ്മ വാ തുറന്നാ മതി. വെറുതെ കള്ളം പറയാൻ മെനക്കെടണമെന്നില്ല. കുടുംബമാവുമ്പോ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇതാണോ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ? എനിക്ക് ചോദിക്കേണ്ടതും സംസാരിക്കേണ്ടതും ഗായത്രി അമ്മയോടല്ല, എന്റെ മകളുടെ ഭർത്താവിനോടാ. കാരണം ഞാൻ കൈപിടിച്ച് രഘുവിന്റെ കയ്യിൽ ഇവളെ ഏൽപ്പിച്ചപ്പോഴുണ്ടായിരുന്ന വിശ്വാസമാ ഇപ്പൊ കൺമുമ്പിൽ വീണുടഞ്ഞത്. എന്റെ മോൾ എന്താണ് കുറ്റം ചെയ്തതെന്ന് അവിടെ നിൽക്കട്ടെ. ഒരു ഭർത്താവ് ഭാര്യയോട് പെരുമാറുന്നത് ഇങ്ങനെയാണോ? നിന്നോട് വിളിക്കുമ്പോഴൊക്കെ ഞാൻ ചോദിക്കാറില്ലേ മോളെ, നിനക്കിവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്? നിന്റെ എടുത്തുചാട്ടം പലപ്പോഴും പല പ്രശ്നങ്ങളിലെ ചെന്നെത്തുന്നത്. പണത്തിന് മീതെയാണ് ബന്ധങ്ങൾ. ബന്ധങ്ങൾ അറ്റുപോയാൽ പണം കൊടുത്ത് തിരികെ വാങ്ങാൻ കഴിയില്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ശ്രീലക്ഷ്മിയോ,
ചോദിച്ചതിന് അമ്മ ഉത്തരവൊന്നും പറഞ്ഞില്ല. ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതും എന്നെ വേണേ കൊണ്ടുപോവാൻ എന്റെ ഭർത്താവ് പറഞ്ഞിട്ടും അമ്മ അതിന് തയ്യാറാവാതെ ഇവിടെ താമസിക്കാൻ തീരുമാനമെടുത്തത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിന്റെ അമ്മ ഒന്നും കാണാതെ എന്തെങ്കിലും ചെയ്യൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നിന്നെയും കൊണ്ട് ഇവിടുന്ന് പോകാത്തതിനും ഞാൻ ഇവിടെ താമസിക്കാൻ തയ്യാറായതിനും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, രവിവർമ്മൻ മധ്യസ്ഥനായി പറഞ്ഞു കഴിഞ്ഞു സ്വത്ത് ഉടനെ ഭാഗം വെക്കൂന്ന്. രവിക്ക് ഇവിടുത്തെ സ്വത്തിൽ 1% പോലും വേണ്ട എന്ന്. 2, അത് വേറൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കും തോന്നി. പക്ഷേ അത് ഞാൻ അറിയാത്ത പോലെ എന്റെ തകർപ്പൻ അഭിനയം അങ്ങനെ ഉണ്ടായിരുന്നു. ഓ, ഭയങ്കരമായിരുന്നു. അല്ലെങ്കിലും അഭിനയിക്കാൻ സാറ് മിടുക്കനാണല്ലോ. പലരും ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യഥാസമയത്ത് സമചിത്തതയോടെ ഇടപെട്ടാൽ പല വലിയ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. പിന്നെ ഇവിടെ രേഖയും രഘുവായതുകൊണ്ട് ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കും. അനിയത്തിക്കുട്ടിക്ക് രഘുവിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അത് സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നാ മതി. അല്ല, ബിസിനസ് ഒക്കെ രഘുവിനെ ഏൽപ്പിച്ചിട്ട് വിശ്രമ ജീവിതം നയിക്കാൻ പോകുന്നൊക്കെ താഴെ പറയുന്ന കേട്ടല്ലോ. എന്താ ഉദ്ദേശം? നല്ല ഉദ്ദേശം തന്നെ. കുറെ കാലമായില്ലേ ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന. ഇനി കുറച്ച് റെസ്റ്റ് ആകാമെന്ന് തോന്നി. ആ കാര്യം അവിടെ നിൽക്കട്ടെ. എനിക്ക് തന്നോട് വേറെ ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഞാൻ ശ്രദ്ധിക്കുക, എന്തോ ഒരു വിഷമം തന്നെ പിടികൂടിയിട്ടുണ്ടല്ലോ. കോളനി തിരികെ കിട്ടി, തന്റെ വീടും തിരികെ കിട്ടി. നീ ഏത് നേരേറ്റു ഒരു മേൽക്കൂരയ്ക്ക് കീഴെ സുദർശനും സരോജവും മോള് ദീർഘസുമംഗലിയായിരിക്കും പ്രാർത്ഥിച്ചപ്പോ ആ ചുവരിനിപ്പുറം ഞാൻ പ്രാർത്ഥിച്ചത് അതേ മോളുടെ ഭർത്താവിനെ കൊന്ന് ആ താലി തന്നെ അറുക്കാൻ വേണ്ടിയായിരുന്നു. പരസ്പരം തിരിച്ചറിയാതെ പോയ പ്രാർത്ഥനകളിൽ രവിവർമ്മന്റെ ഭാഗ്യം കൊണ്ട് മാത്രം ജീവൻ നഷ്ടമായില്ല. നേരിട്ട് കണ്ട സാഹചര്യം അപ്രതീക്ഷിതമായിരുന്നു. ശ്രീലക്ഷ്മി, എന്താ പറ്റിയ? ശ്രീലക്ഷ്മി, മോളെ എന്തു പറ്റി? എനിക്ക് തല ഇറങ്ങുന്ന പോലെ. അയ്യോ മോളെ സൂക്ഷിച്ച്. മോനെ രഘു, വേഗം ഡോക്ടറെ വിളിക്കേ. അമ്മ കഴിക്കേ.
എല്ലാരും വലിയ ടെൻഷനിലാണല്ലോ. പറയാൻ മാത്രം അസുഖമൊന്നും ശ്രീലക്ഷ്മിക്കില്ല. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉള്ളത്, ശ്രീലക്ഷ്മി പ്രഗ്നന്റ് ആണ്. ആരായാലും എനിക്കൊരു പോലെ. തനിക്കാരാ ഇഷ്ടം? സാറിൽ എനിക്ക് പറക്കുന്ന കുഞ്ഞ് മോനായാലും മോളായാലും സന്തോഷേ ഉള്ളൂ. എന്താ? ആരോ എന്നെ തള്ളി മാറ്റിയ പോലെ.